ഓഡ് ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനവുമായി എബനേസർ പ്രയർ ഫെലോഷിപ്പിൽ കടന്നു വരുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി സകല മാനവും മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. വിശേഷാൽ എന്നെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയും ഈ പ്രവർത്തനങ്ങളുടെ പിൻപിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസി സിസ്റ്റർ ഫേബ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മളൊക്കെ ആയിരിക്കുന്ന മേഖലകളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എനിക്ക് ആരെയും തന്നെ മുഖപരിചയമില്ല എങ്കിലും നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമുക്ക് ഒരു വ്യക്തിയെ അറിയുന്നതിനൊക്കെ പരിമിതികളുള്ളപ്പോൾ നമ്മെ നന്നായി അറിയുന്ന അപ്പന്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ്, നമ്മൾ കടന്നു പോകുന്ന വേദനകളെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. എന്റെ പേര് ഗ്ലാഡിസ് എന്നാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതൊക്കെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ. ഒന്നുകൂടെ ഇറങ്ങി പറയുവാണെങ്കിൽ ദൈവവേല ചെയ്യുന്ന മാതാപിതാക്കളുടെ ഇളയ പൈതലായി ജനിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. എനിക്ക് മൂത്ത ഒരു സിസ്റ്റർ ഉണ്ട്. ദീർഘവർഷക്കാലം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്ത് പട്ടണത്തിൽ കർത്താവിനെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. 2017 ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വരുന്നത്. 2017 മുതൽ കർത്താവിന് മൂത്തുമാർന്ന വേലയോടനുബന്ധിച്ച് മാതാപിതാക്കൾ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു. എന്റെ ഉപരിപഠനത്തോടനുബന്ധിച്ച് എനിക്ക് 2017 ബാംഗ്ലൂരിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ എന്റെ UG PG പഠിത്തങ്ങൾ എനിക്ക് ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ വാഗ്ദത്തം പോലെ എഴുത്ത് മേഖലയിൽ എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു 22 മാഗസിൻസ് സുവനിയേഴ്സിലൊക്കെ എനിക്ക് ലേഖനങ്ങൾ എഴുതുവാൻ, ക്രിസ്ത്യൻ ആർട്ടിക്കിൾസ് എഴുതുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ അതിന്റെ ബേസിലാണ് എനിക്ക് ലിറ്ററേച്ചറിൽ ഒരു PhD ലഭിച്ചത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ വാഗ്ദത്തങ്ങളും പ്രൈസ് ദി ലോർഡ്, ആമേൻ, അത് എത്രയുണ്ടെങ്കിലും അത് കർത്താവിന്റെ സന്നിധാനത്തിൽ ഉവ എന്ന് ആണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയുവാൻ ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. എന്റെ അനുഭവ സാക്ഷ്യത്തിൽ നിൽക്കുവാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം അതിന് പോകും. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുവെങ്കിൽ ഈ സെഷനിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ അനുഭവ സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇല്ല എങ്കിൽ മറ്റൊരു അവസരത്തിൽ നമുക്കത് കേൾക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രൈസ് ലോർഡ്. ഇവിടെ ഞാനിപ്പോൾ നാട്ടിലാണ് ആയിരിക്കുന്നത്. മഴയുടെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ഇല്ല. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അത്ര ക്ലിയർ അല്ലായിരിക്കും, എങ്കിലും ദൈവമക്കൾ അത് കൺസിഡർ ചെയ്യുക എന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. പ്രൈസ് ലോർഡ്. വിവിധ ടൈം സോൺസിൽ നിന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൂടുതലും ഞാൻ ഇതിനകത്ത് സഹോദരിമാരെയാണ് കാണുന്നത്. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് പ്രിവിലേജ് to be with all of you. ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരു നല്ല അവസരമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ എനിക്ക് ആരും തന്നെ ഇതിനകത്ത് അറിയത്തില്ല, പക്ഷെ നമ്മെ നന്നായി അറിയുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രൈസ് ലോർഡ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വചനത്തിലൂടെ സംസാരിക്കേണ്ടത്, നമുക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ കർത്താവ് നൽകേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവിക ആലോചനകൾ, വചന വെളിപ്പാടുകൾ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൈമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായ ഒരു ശബ്ദമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ. ഹല്ലേലൂയ, ആമേൻ. ഈ കർത്താവെ സെഷൻ ജോയിൻ ചെയ്യുന്ന ഓരോ ഡിവൈസസിലും കർത്താവെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന മേഖലകളിൽ ഏത് രാജ്യത്തിലവരായാലും അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. വചന വെളിപ്പാടുകളെ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസ്ത്രനുമേൽ ജയം പ്രഖ്യാപിക്കുന്നു. ഒരു വലിയ വിടുതലാകി സ്വർഗം തീർക്കണം ഈ സെഷൻ കർത്താവെ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അത് ചെയ്യുന്നത് ഓർത്ത് നന്ദി. പ്രാർത്ഥന കേട്ടു സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക്
ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 7. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തെ കുറിച്ച് നോക്കുമ്പോൾ ഒത്തിരി അധികം അത്ഭുതങ്ങൾ നടന്ന ഒരു അധ്യായമായിട്ട് നമുക്ക് അധ്യായത്തെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന 3 അത്ഭുതങ്ങളുണ്ട്. എന്നാൽ നമുക്കതിന് ഒരു തലക്കെട്ട് വേണമെങ്കിൽ കൊടുക്കാം, അത്ഭുതങ്ങളുടെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതത്തിന്റെ അധ്യായം, ദ ചാപ്റ്റർ ഓഫ് മിറാക്കിൾസ്. കാരണം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെന്ന് യോഹന്നാനെ ചെന്നറിയിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തന് വേണ്ടി കാത്തു നിൽക്കണമോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് ആ നാഴികയിൽ, ആ അവറിൽ ആമേൻ സ്തോത്രം ചെയ്ത അത്ഭുതങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റയൊരു നാഴികയിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവർക്ക് ഒരു ആൻസർ അല്ല കൊടുക്കുന്നത്, മറിച്ച് കർത്താവ് ചിലത് ലൈവായിട്ട് അവിടെ ചെയ്ത് കാണിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ കണ്ടത്, നിങ്ങൾ ഈ കേട്ടത്, ആമേൻ സ്തോത്രം, യോഹന്നാനെ ചെന്നറിയിപ്പിൻ. ആ പെർട്ടിക്കുലർ മൊമെന്റിൽ യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. സ്തോത്രം. ആ ഒറ്റയൊരു നാഴികയിൽ യേശു ചെയ്ത അത്ഭുതങ്ങളാണ് നമുക്ക് 22-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. കുരുടർ കാണുന്നുണ്ട്, മുടന്തർ നടക്കുന്നുണ്ട്, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നുണ്ട്, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. നോക്കിക്കേ, ഒത്തിരി ഒരു കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ആ ഒറ്റയൊരു നാഴികയിൽ ചെയ്ത അത്ഭുതങ്ങളാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ സെഷനിന്റെ പ്രാരംഭ നിമിഷത്തിൽ ഞാൻ ദൈവമക്കളോട് വചനത്തിൽ നിന്ന് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ അധ്യായത്തെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ അധ്യായത്തെ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഈ അധ്യായത്തിന്റെ ചില പ്രാധാന്യതകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഒന്ന്, ഇത് അത്ഭുതങ്ങളുടെ അധ്യായമാണ്. സ്തോത്രം. ദൈവമക്കൾ മറന്നുപോകല്, കുറിച്ചെടുക്കുന്നവർ ഹല്ലേലൂയ അത് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളുടെ അധ്യായമായിട്ടാണ് നമുക്ക് ഈ അധ്യായത്തെ കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ വിഷയം, യേശു കർത്താവിന്റെ വാക്കിന്റെ ശക്തി നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദ പവർ ഓഫ് ജീസസ് വേർഡ്സ്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വാക്കിന്റെ ശക്തി നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഇവിടെ ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഈ 3 അത്ഭുതത്തിലും യേശു കർത്താവിന്റെ വാക്കിന്റെ ശക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, കർത്താവിന്റെ വാക്കിന്റെ അകത്തുള്ള ശക്തി. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തെ നോക്കി യേശുവേ അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കണമേ. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ, 1, ഇത് അത്ഭുതത്തിന്റെ അധ്യായമാ. 2, യേശു കർത്താവിന്റെ വാക്കിന്റെ ശക്തി നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ വിഷയം, പ്രൈസ് ദി ലോർഡ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 അത്ഭുതങ്ങളും മരണം എന്നൊരു ഇൻസിഡന്റിനോട് ചേർന്ന് കിടക്കുന്ന, ആമേൻ സ്തോത്രം, പ്രധാനപ്പെട്ട 3 അത്ഭുതങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരണം എന്നൊരു ഇൻസിഡന്റിനോട്, ആമേൻ, അതിന്റെ പ്രാരംഭ, ആമേൻ, ഭാഗങ്ങളിൽ ഒരു ശതാധിപന്റെ ദാസൻ ദീനമായിട്ട് മരിപ്പാറായി കിടക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആമേൻ സ്തോത്രം 11 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, ആമേൻ, മരിച്ചുപോയ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ആമേൻ നയനിലെ വിധവയുടെ മകൻ. അപ്പോൾ ഒന്നാമത്തെ ഇൻസിഡന്റ് സ്തോത്രം മരിപ്പാറായി കിടക്കുകയാ. രണ്ടാമത്തെ ഇൻസിഡന്റ് ഓൾറെഡി മരിച്ചുപോയി. മൂന്നാമത്തെ ഇൻസിഡന്റ്, ആമേൻ സ്തോത്രം, ആ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൾ, ഹല്ലേലൂയ, പാപിയായ ഒരു സ്ത്രീയാ. അതായത് അവൾ പാപത്തിൽ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ പാപത്തിൽ മരിച്ചുപോയി. അപ്പോൾ 3 ഇൻസിഡന്റും, ആമേൻ സ്തോത്രം, മരണം എന്നൊരു, ഹല്ലേലൂയ, കാര്യത്തോട് ചേർന്ന് കിടക്കുന്ന ഇൻസിഡന്റ് ആണ്. വലിയ ആത്മീയ ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കൾ, ഹല്ലേലൂയ, അത് ആമേൻ വളരെ ശ്രദ്ധയോടെ, ആമേൻ, ഹല്ലേലൂയ, കേൾക്കണം.
ഒത്തിരി ആത്മീയ ദൂതുകൾ ഈ അധ്യായത്തിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ചിന്തകളാണ് ഞാൻ ദൈവമക്കളോട് പങ്കുവെക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ സ്തോത്രം പ്രാരംഭം ഹല്ലേലൂയ നടക്കുന്ന ഇൻസിഡന്റ് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജനം കേൾക്കുന്ന വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കബർന്നഹൂമിൽ ചെന്നു. യേശു ഇവിടെ കബർന്നഹൂം എന്നൊരു പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് പലയിടങ്ങളിലും ചെന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒറ്റയൊരു അത്ഭുതത്തിന് വേണ്ടിയായിരിക്കും കർത്താവ് അവിടെ ചെന്നത്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ കർത്താവ് അങ്ങ് ചെന്നിട്ട് പ്രൈസ് ലോർഡ് ഒരു അത്ഭുതം ചെയ്തിട്ട് കർത്താവ് അവിടെ നിന്ന് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വലുതൊന്നും ഹല്ലേലൂയ മാനുഷിക ബുദ്ധിയിൽ കാണുന്ന വലുതൊന്നും ചെയ്യുവാനില്ലെങ്കിലും ഒറ്റയൊരു ചെറിയ കാര്യത്തിനായാലും കർത്താവ് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ യേശു കർത്താവ് കബർന്നഹൂമിലേക്ക് ചെല്ലുകയാ. ജനം കേൾക്കെ കർത്താവിന്റെ വചനമൊക്കെ പറഞ്ഞതിനു ശേഷം യേശു കർത്താവ് കബർന്നഹൂമിൽ ചെല്ലുക. അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ആ ശതാധിപന് പ്രിയനായ ദാസൻ മരിപ്പാറായി കിടക്കുകയാ. മൂന്നാമത് വാക്കിൽ പറയുന്നു അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് സ്തോത്രം അവൻ എന്ത് ചെയ്യുകയാണ്? തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. പ്രൈസ് ലോർഡ്. ദൈവമക്കൾ ഹല്ലേലൂയ ഓരോ പദങ്ങളും മനസ്സിലാക്കണം. ഓരോ പദത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം യേശുവിന്റെ വസ്തുത കേട്ടിട്ട്, അതായത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നത് കേൾവിയാലുള്ള ഒരു വിശ്വാസമാണ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് താൻ കേൾക്കുവാനിടയായിത്തീർന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് ഒരുപക്ഷെ പലരുടെയും സ്തോത്രം ജീവിതത്തിലൂടെ താൻ കേൾക്കുവാനിടയായി. കേൾവിയാലുള്ള വിശ്വാസം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ യേശുവിന്റെ അടുക്കൽ സാധാരണപ്പെട്ടവരെയല്ല അയക്കുന്നത്, യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ അയച്ചു. അപ്പോൾ ഈ മനുഷ്യൻ വലിയൊരു വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ എന്ന് വെച്ചാൽ 100 വ്യക്തികൾക്ക് അധിപതിയായ ഒരു മനുഷ്യനാണ് ഈ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. സ്വതം എത്ര അധികാരത്തിന് കീഴിലിരിക്കുന്ന മനുഷ്യനാ. താൻ യേശുവിന്റെ അടുക്കൽ നോർമൽ ആയിട്ടുള്ള ചിലരെയല്ല അയക്കുന്നത്. സ്വതം ഹല്ലേലൂയ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അയച്ചിട്ട് യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ആ ഭാഗമൊക്കെ വളരെ സുപരിചിതമാണ്. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട, ഞാൻ സാവധാനമായി പോകുന്നത് ദൈവീക ദൂതിലേക്ക് ഹല്ലേലൂയ കുറച്ചു കഴിഞ്ഞ് കടക്കുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ ജനം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ നീ ഇത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യനാണ്. ഹി ഈസ് വർതി. പ്രൈസ് ദി ലോർഡ്. സ്വന്തം യേശു അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാ. അപ്പോൾ മാനുഷിക ദൃഷ്ടിക്കകത്ത് ഈ വ്യക്തിക്ക് ചില യോഗ്യതകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരുടെ മൂപ്പന്മാരുടെ സ്തോത്രം ഹല്ലേലൂയ ചിന്തകൾ അനുസരിച്ച് തനിക്ക് ചില യോഗ്യതകളുണ്ട്. എന്താണ് യോഗ്യത? അവർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അവർ കുറെ കാര്യങ്ങൾ, കുറെ റീസൺസ് യേശുവിന്റെ അടുക്കൽ പറയുക, കർത്താവ് നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാ, കാരണം അവൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാ, അവൻ നമുക്ക് പള്ളി തീർപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ പറയുകയാണ്. നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് കേട്ടിട്ട് യേശു അവരുടെ കൂടെ വീട്ടിലോട്ട് പോവുകയാണ്. അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചിട്ട് പറയുക, കർത്താവേ പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, ഈ മനുഷ്യനല്ലേ കുറച്ചു മുൻപ് മൂപ്പന്മാരെ അയച്ചിട്ട് യേശുവിനെ ക്ഷണിച്ചത്. ഈ മനുഷ്യന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? തന്റെ വെളിപ്പാടിന് ഒരു മാറ്റം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ പറയുക, കർത്താവേ ഞാൻ പോരാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരം യേശുവിനെ വിളിക്കുവാൻ വന്നവർ പറയുക, കർത്താവേ നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാ. പക്ഷെ ആ വ്യക്തി പറയുക, ഇല്ല കർത്താവേ ഞാൻ പോരാത്തവനാ, എന്റെ ജീവിതത്തിൽ യോഗ്യതയില്ല. ഐ എം നോട്ട് വർതി. പ്രൈസ് ദി ലോർഡ്. എന്നെ കാലം കേൾക്കുന്ന എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പലതുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പലതുമുണ്ട്. അതിന്റെ ജീവിതത്തിലെ യോഗ്യതയല്ല, അതിന്റെ ജീവിതത്തിലെ കഴിവല്ല. പ്രൈസ് ദി ലോർഡ്. പദവികൾ ലഭിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ ഭൂമിയിലുള്ള അഴിഞ്ഞു പോകുന്ന ചിലത് ലഭിക്കുമ്പോൾ പലരുടെയും സ്തോത്രം ജീവിത ശൈലികൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. പലരുടെയും ആരാധന ശൈലികൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നോക്കിക്കേ, ഈ മനുഷ്യൻ വലിയ അധികാരത്തിൽ ഇരിക്കുന്ന മനുഷ്യനാ, യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച മനുഷ്യനാ.
വീണ്ടും താൻ സ്നേഹിതരെ അയച്ചിട്ട് പറയുക, കർത്താവെ ഞാൻ പോരാത്തവനാണ്. ഈ പകൽക്കാലം എത്ര പേർ പറയും, കർത്താവെ എന്റെ ജീവിതത്തിൽ യോഗ്യതയൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യോഗ്യതയൊന്നുമില്ല, ഹല്ലേലൂയ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ് ഞാൻ ഇന്ന് നിന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഈ മനുഷ്യൻ പറയുക, കർത്താവേ ഹല്ലേലൂയ, പ്രയാസപ്പെടണം, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മൂപ്പന്മാർ വന്നിട്ട് പറയുക, കർത്താവെ നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാ. പക്ഷെ താൻ പറയുക, കർത്താവെ ഞാൻ പോലും നിന്റെ അടുക്കൽ വരുവാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്നേഹിതരെ അയക്കുന്നത്, അല്ലെങ്കിൽ മൂപ്പന്മാരെ അയക്കുന്നത്. താൻ പറയുക, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നോക്കിക്കേ, തന്റെ വെളിപ്പാടിനൊരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കാനിടയായിത്തീർന്നു. യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ച അതേ മനുഷ്യൻ പറയുക, കർത്താവെ അവൻ പ്രയാസപ്പെടണ്ട, ഞാൻ അതിന് യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഈ പകൽക്കാലം ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുക, അത് നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, നീ നാളുകളായി നേരിടുന്ന പ്രശ്നങ്ങൾ, നീ നാളുകളായി കടന്നു പോകുന്ന അവസ്ഥകൾ, അതിന്റെ അകത്ത് യേശുവിന്റെ ഒരു വാക്ക് മതി. ഈ പകൽക്കാലം ജുഡവൽ പ്രബാലക ശാന്തൽ കടകസിയ, ഈ പകൽക്കാലം കർത്താവ് ചിലരുടെ ജീവിതത്തിൽ ചില വാക്കുകൾ കൽപ്പിക്കും. ആ ഒറ്റയൊരു വാക്ക് നിന്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന വാക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ പറയുക, യേശുവേ അങ്ങയുടെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ചിലരുടെ ജീവിതത്തിൽ ചില വാക്കുകൾ കൽപ്പിക്കും. അത് ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയി മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആലോചന കൈമാറുകയാ. ചുടബല പ്രബാലക ശംതൽ കടകസിയ. ഇവിടെ സംഭവിക്കുന്ന എന്താ? താൻ പറയുക, കർത്താവെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്നിട്ട് താൻ പറയുക, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാ, എന്റെ കീഴിൽ പടയാളിയുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ യേശുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. താൻ പറയാൻ ഉദ്ദേശിച്ചത്, കർത്താവ് എന്റെ വാക്കിനും വിലയുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. താൻ പലരുടെയും ഒരു അധിപതിയാണ്, തന്റെ കീഴിൽ ദാസന്മാരുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും. പ്രൈസ് ദി ലോർഡ്. അതായത് ആ മനുഷ്യന്റെ വാക്കിന് ശക്തിയുണ്ടെന്നാ. ഒരുവനോട് വരുവാൻ പറഞ്ഞാൽ അവൻ വരും, ഒരുവനോട് ഇന്നത് ചെയ്യുവാൻ പറഞ്ഞാൽ അവൻ ചെയ്യും. ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാ, പക്ഷെ എനിക്കറിയാം യേശു കർത്താവ് എന്നേക്കാളും വലിയ അധികാരിയാ. യേശു കർത്താവിന് എന്നേക്കാളും അധികം അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു അധികാരിയായിരിക്കെ, ഞാൻ പറയുന്ന വാക്കിന് വാല്യൂ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു അധികാരിയായിരിക്കെ, ഞാൻ ഇന്നത് ചെയ്യുവാൻ പറയുമ്പോൾ ചെയ്യുവാൻ മനുഷ്യരുണ്ടെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞാൽ ഹല്ലേലൂയ അത് സംഭവിക്കത്തില്ലേ? യേശു വലിയ അധികാരിയാ. യേശുവിന്റെ ഒറ്റയൊരു വാക്ക് മതി എന്റെ ബാല്യക്കാരൻ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സെഷനിൽ ആരോടോ കൈമാറുന്ന ഒരു ദൈവിക ആലോചന ഇതാണ്. യേശുവിന്റെ ഒരു വാക്കിന് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിയും. Hallelujah. Chudabala hastala pravalaka shamdalaregadagasiya. Rekabala hastal pravalaka shamdalaregadagasi. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ചിലർക്ക് വേണ്ടി ചില വാക്കുകൾ കൽപ്പിക്കും. അത് ജീവിതത്തിൽ ഒരു വഴിത്തിരവായി ആത്മാവിൽ ഞാൻ അത് മനസ്സിലാക്കുന്നു. ഒരു വഴിത്തിരവായി, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തീരും. ഹല്ലേലൂയ. കരയുന്ന ചില സഹോദരിമാരോട് പ്രാർത്ഥിക്കുന്ന ആളുകളായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുക. അത് നിന്റെ വിഷയത്തിന്റെ അകത്ത് ഒരു വാക്ക് കർത്താവ് കൽപ്പിക്കും. നിന്റെ വിഷയത്തിന്റെ അകത്ത് ഒരു വാക്ക് കർത്താവ് കൽപ്പിക്കും. അത് ഹല്ലേലൂയ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറും. ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? യേശു കർത്താവ് പറയുക, യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ആ മനുഷ്യന്റെ വിശ്വാസത്തെ ഒരു രാജ്യത്തിനെ കമ്പയർ ചെയ്യുകയാണ്, ഒരു രാജ്യത്തോട് കമ്പയർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. കാരണം കർത്താവ് ഇതുപോലെ തന്റെ ശുശ്രൂഷയിൽ ഒരുപക്ഷെ അന്ന് വരെ യേശു കർത്താവ് അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം അതല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്താ വിഷയം ഹല്ലേലൂയ
ആമേൻ സ്തോത്രം. അത് 12ാമത്തെ വാക്യമാണ്. അല്ലെ, പിറ്റേനാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. ആമേൻ. അവൻ പട്ടണത്തിന്റെ വാതിലോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 13ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താ വിഷയം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു സഹോദരിയാണ്. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ അവൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം, യേശു കർത്താവ് ഒരു പട്ടണത്തിലേക്ക് കയറുകയാ. ഒരു പട്ടണത്തിലേക്ക് കയറുമ്പോൾ യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരും വളരെ പുരുഷാരവുമുണ്ട്. ദൈവമക്കൾ ഇൻസിഡന്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അകത്തോട്ട് കയറിയ ഒരു വലിയ പുരുഷാരമുണ്ട്. യേശു കർത്താവുണ്ട്, ശിഷ്യന്മാരുണ്ട്. അവരകത്തോട്ട് ചെല്ലുമ്പോൾ പട്ടണത്തിന്റെ വാതിലടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരിക. അവിടെയും ഒരു വലിയ പുരുഷാരം നമുക്ക് കാണുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിടത്തുനിന്നും ഒരു വലിയ പുരുഷാരം. യേശു കർത്താവ് അകത്തോട്ട് കയറുമ്പോൾ കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്, വലിയൊരു പുരുഷാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഹല്ലേലൂയ, ആ പട്ടണത്തിൽ ഒരുപക്ഷെ അന്ന് വരെ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇനി ആ പട്ടണത്തിൽ ജീവിപ്പാൻ തനിക്ക് യോഗ്യതയില്ല. കാരണം എന്താ? താൻ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ആ പട്ടണക്കാർ പറയുക, ഇവൻ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇവൻ ഈ പട്ടണത്തിലെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇനി ഹല്ലേലൂയ ഈ പട്ടണത്തിൽ ഇവന് ജീവിപ്പാൻ യോഗ്യതയില്ല. കാരണം ഇവൻ മരിച്ചുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, യേശു കർത്താവ് അകത്തോട്ട് ചെല്ലുമ്പോൾ അന്ന് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ പുറത്തോട്ട് കൊണ്ടുവരിക. പക്ഷെ കർത്താവ് അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് വരുമ്പോൾ എന്ത് തന്നെ ശൂന്യതയാണെങ്കിലും, ഇന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത എന്ത് തന്നെയാണെങ്കിലും, ദൈവത്തിന്റെ പ്രസൻസ് നിന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ വിഷയം മരിച്ചു പോയതാണെങ്കിലും, എത്രമാത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ പടുകുഴിയിൽ കിടക്കുന്നു എന്ന് നീ ചിന്തിക്കുന്ന വിഷയമാണെങ്കിലും, യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ അതിന്റെ അകത്ത് തൊട്ടാൽ അതിന്റെ അകത്തൊരു ആമേൻ സ്വരം വിടുതലുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അകത്തൊരു ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ കൂടെ ഒരു വലിയ പുരുഷാരമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ സ്വരം അവരൊരു പട്ടണത്തിലേക്ക് കടക്കുകയാ. ആ പട്ടണത്തിൽ കർത്താവിന് ചെയ്തെടുക്കുവാൻ ചിലതുണ്ട്. ആ പട്ടണത്തിൽ ചില ദൈവിക ഉദ്ദേശത്തോട്, ചില ദൈവിക പദ്ധതിയോട് യേശു കർത്താവും ശിഷ്യന്മാരും പുരുഷാരവും കടക്കുകയാ. പക്ഷേ അവരെ എതിരേറ്റ് മറ്റൊരു പുരുഷാരം വരിക. പ്രൈസ് ദി ലോർഡ്. അവരെ എതിരേറ്റ് ഹല്ലേലൂയ ഒരു കോഫിൻ വരികയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്വരം ഒരു ശവപ്പെട്ടി വരികയാ. ആമേൻ സ്വരം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആമേൻ അവൾ വിധവയായിരുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. 13ാമത്തെ വാക്യമാണ് ദൈവമക്കളോട് കൈമാറുവാൻ കർത്താവിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ദൂത്. 13ാമത്തെ വാക്യം പറയുന്നു, അവളെ കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രധാന ഫസ്റ്റ് ആമേൻ ഹല്ലേലൂയ ആദ്യത്തെ ദൈവിക ആലോചന, അവളെ കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. യേശു അവളെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് ഈ സെഷനിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക, നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നീ ഒരു പക്ഷെ ഇന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, കർത്താവേ നീ എന്നെ കാണുന്നില്ലേ? എന്റെ അവസ്ഥ എത്ര നാളുകളായിട്ട് ഇതേ സിറ്റുവേഷനിലാ. ഞാൻ എന്ന് ഇതിൽ നിന്ന് ഒന്ന് പുറത്തു വരും? ആമേൻ. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ കർത്താവ് കാണുന്നില്ലേ? ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, അതെ യേശു നിന്നെ കാണുന്നുണ്ട്. ആമേൻ. ഒരു വലിയ പുരുഷാരം അവിടെയുണ്ട്. ആമേൻ. ആ സ്ത്രീ വിധവയാ. അവളുടെ മനസ്സിൽ ഒത്തിരി ചിന്തകളുണ്ട്. അവളുടെ മനസ്സിൽ ഒത്തിരി വിചാരങ്ങളുണ്ട്. ആമേൻ സ്വരം. അവൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കർത്താവേ ആമേൻ സ്വരം, എന്റെ ജീവിതം എങ്ങനെയാകും? അടുത്ത ദിവസം ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ. ആമേൻ സ്വരം. എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. എന്നാൽ അവളുടെ അവസ്ഥയെ കർത്താവ് കണ്ടു. ആ പുരുഷാരത്തിന്റെ മധ്യത്തിൽ, ആമേൻ ആ ക്രൗഡിന്റെ മധ്യത്തിൽ യേശുവിന്റെ കൂടെ ഒരു ക്രൗഡ് ഉണ്ട്. ആമേൻ സ്വരം. ആ പട്ടണത്തിൽ നിന്ന് ഒരു ക്രൗഡ് ഉണ്ട്. പക്ഷെ യേശു അവളെ കണ്ടു. ഹല്ലേലൂയ. യേശു ആ സ്ത്രീയെ കണ്ടു. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കിക്കേ, കർത്താവ് എത്ര സ്നേഹിക്കുന്ന അപ്പനാ. പ്രൈസ് ദി ലോർഡ്. യേശു അവളുടെ ആമേൻ അവസ്ഥ കണ്ടു. ഹല്ലേലൂയ. നിന്റെ കൂടെ എത്ര പേരുണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നീ നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിലാണെങ്കിലും, ഞാൻ ആത്മാവിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ദൂത് പറയാം. നിന്നെ ഇൻഡിവിജ്വലി കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഇൻഡിവിജ്വലി കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. യേശു അവളെ കണ്ടു. കണ്ടിട്ട് എന്താണ് അടുത്ത പദം? രണ്ടാമത്തെ ദൂത്, കർത്താവ് മനസ്സലിഞ്ഞു.
അപ്പോൾ ഒന്നാമത്തെ ദൂത് നമ്മെ കാണുന്ന കർത്താവ്, രണ്ടാമത്തെ ദൂത് യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്നെ കണ്ട് നിന്റെ അവസ്ഥയെ കണ്ട് മാറി നിൽക്കുന്ന പലരുടെയും മുൻപിലാണ് നീ ആയിരിക്കുന്നത്. പക്ഷേ നിന്നോട് മനസ്സലിയുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. നിന്നോട് മനസ്സലിയുന്ന ഒരു അപ്പനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീസസ് saw her and had compassion. പ്രൈസ് ദി ലോർഡ്. യേശു അവളോട് മനസ്സലിഞ്ഞു. ആമേൻ. സോറും അവിടം കൊണ്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഒന്ന്, കർത്താവ് അവളെ കണ്ടു. രണ്ട്, കർത്താവ് അവളോട് മനസ്സലിഞ്ഞു. അടുത്ത പദം പറയുന്ന അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അതായത് മൂന്നാമത്തെ ദൂത്, യേശു അവളോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സോദരം, യേശു അവളെ കണ്ടു, യേശു അവളോട് മനസ്സലിഞ്ഞു. മൂന്നാമത്തെ ദൂത്, യേശു അവളോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ആലോചന, കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. അവളുടെ കൂടെ വന്നൊരു വലിയ പുരുഷാരമുണ്ട്. എല്ലാവരും അവളോട് ഈ പദം പറഞ്ഞു കാണും. നമ്മളൊക്കെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മരണ വീട്ടിൽ പോകുന്നവരല്ലേ. ഹല്ലേലൂയ. നമ്മളൊക്കെ പലരോടും പറഞ്ഞിട്ടില്ലേ, കരയണ്ട. ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവം ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കല്ലേ. എല്ലാവരും അവളോട് ഈ പദം പറഞ്ഞു കാണും. പ്രൈസ് ദി ലോർഡ്. കരയണ്ട. പക്ഷെ യേശു പറഞ്ഞതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതാണ് മുന്നമേ പറഞ്ഞത്. ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, യേശുവിന്റെ വാക്കിന്റെ ശക്തി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രാരംഭ ഇൻസിഡന്റിൽ നമ്മൾ കണ്ടു, യേശു കർത്താവിന്റെ ഒരു വാക്ക് മതി ആ ബാല്യക്കാരന് സൗഖ്യം വരുവാൻ. കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കുക. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ ഇൻസിഡന്റിലും യേശുവിന്റെ വാക്കിന്റെ ശക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് അവളോട് പറയുന്നുണ്ട്, കരയണ്ട. അവളോട് എല്ലാവരും പറഞ്ഞു കാണും ഈ ആമേൻ സ്തോത്രം, ഈ ഒരു പദം, നീ കരയണ്ട, നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശു കർത്താവ് പറഞ്ഞതിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു പ്രത്യേകതയുണ്ട്. യേശു അവളെ കണ്ടു, യേശു അവളോട് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മെ കാണുന്ന ഒത്തിരി ആളുകൾ ഈ ഭൂമിയിലുണ്ട്. നമ്മളോട് ഒരു പക്ഷെ മനസ്സലിയുന്നവരും പലരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മനസ്സലിഞ്ഞുകൊണ്ട് കാര്യമില്ല. ആമേൻ ഹല്ലേലൂയ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. സ്തോത്രം ഹല്ലേലൂയ. കരയണ്ട എന്ന് അവളോട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞെങ്കിലും യേശു കർത്താവ് എന്താ ചെയ്ത? അടുത്ത പദം, കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നിന്റെ വിഷയത്തെ തൊടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല ചെയ്തത്. ആമേൻ സ്തോത്രം. അവൾ ഇനി ആ വിഷയത്തെ ആസ്പദമാക്കി, അവൾ ഇനി ആ വിഷയത്തിൽ കരയാതെ വണ്ണം കർത്താവ് ആ വിഷയത്തെ തൊട്ടു. ഹല്ലേലൂയ. ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദൂത് കൈമാറിയ, വർഷങ്ങളായി നീ കരയുന്ന ചില വിഷയങ്ങളുണ്ട്. ആമേൻ. എന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു മറുപടിയില്ല. ആ വിഷയത്തെ കർത്താവ് ഈ പകൽക്കാലം തൊടും. എത്ര പേർ വിശ്വസിച്ച് ആ ദൂത് ഏറ്റെടുക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. യേശു അവളോട് കരയണ്ട എന്ന് വെറുതെ പറഞ്ഞൊരു വാക്കല്ല. കർത്താവ് അവളുടെ വിഷയത്തെ തൊട്ടു. അവൾ ഇനി ആ വിഷയത്തെ തുടർന്ന് കരയാതെ വണ്ണം യേശു തൊട്ടു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ പലരും അവളോട് പറഞ്ഞു കാണും, നീ കരയേണ്ട. പക്ഷെ അവരുടെ വാക്ക്, ആ വാക്ക് കൊണ്ട് അവിടെ അവസാനിക്കുമ്പോൾ യേശുവിന്റെ വാക്ക് അവിടെ അവസാനിച്ചില്ല. യേശുവിന്റെ വാക്ക് അവിടെ അവസാനിച്ചില്ല. കർത്താവ് ആ വിഷയത്തെ തൊട്ടു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിഷയങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് തൊടും. ചില വിഷയങ്ങളെ കർത്താവ് ഈ പകൽക്കാലം തൊടും. നിനക്ക് സാധ്യമെന്ന് തോന്നുന്ന, നിനക്ക് കഴിയാത്ത ചില വിഷയങ്ങൾ. ആമേൻ സ്തോത്രം. പ്രിയ സിസ്റ്റർ നിമ്മി ജോസിനോട് പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ ചില വിഷയത്തെ കർത്താവ് തൊടും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എനിക്ക് ഈ വിഷയങ്ങൾ ആരോടും പറയുവാൻ കഴിയുന്നില്ലല്ലോ അപ്പാ. ആമേൻ സ്തോത്രം. കർത്താവ് ഇത് കാണുന്നില്ലയോ, കർത്താവ് ഇത് കാണുന്നില്ലയോ എന്ന് നീ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പറയാ, അതെ, നിന്റെ വിഷയത്തെ ദൈവം തൊടും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നീ പോലും ചിന്തിക്കാത്തതുപോലെ, ആമേൻ സ്തോത്രം, നിന്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങാത്തതുപോലെ ചില ദൈവിക വിടുതലുകൾ ആമേൻ സ്തോത്രം കർത്താവിന് അയക്കുവാൻ ചില ദൈവിക പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു കർത്താവ് ആ വിഷയത്തെ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കരയണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നില്ല. മനുഷ്യർ കരയണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു ആമേൻ സ്തോത്രം കരയണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിന്നില്ല. നീ ആ വിഷയത്തെ കരയാതെ വണ്ണം കർത്താവ് നിന്റെ വിഷയത്തെ തൊടും. എന്നെ ചിന്തിപ്പിച്ച അടുത്തൊരു വിഷയം, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുക, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു വാക്ക് കൽപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ആ സ്ത്രീയെ കണ്ട്
അവളോട് മനസ്സിലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവളോട് കർത്താവ് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വന്തം ആ യേശു കർത്താവ് എന്ത് ചെയ്യുക? ആ ബാല്യക്കാരനോട് പറയുക, നീ എഴുന്നേൽക്ക. നിന്റെ വിഷയത്തിൽ ചില ദൈവിക അരുളപ്പാടുകളെ കർത്താവ് പ്രഖ്യാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതാണ് മുന്നമേ പറഞ്ഞത്. യേശുവിന്റെ വാക്കിന്റെ ശക്തി ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ആമേൻ, അത് മനുഷ്യർ പറയുന്ന ഒരു വാക്കല്ല. ആമേൻ, കുറിച്ചിട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ പലരും നിന്നെ സഹായിക്കാമെന്ന് നിന്റെ ബന്ധുക്കാർ, ആമേൻ, നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ ചാർച്ചക്കാർ പലരും നിന്നോട് പറഞ്ഞു കാണും. ആമേൻ സ്വതം, ഞങ്ങൾ സഹായിക്കാം. ആമേൻ സ്വതം. ഹല്ലേലൂയ. ഞങ്ങൾ ചിലതൊക്കെ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ വാക്ക് മാറിയാലും പരിശുദ്ധാത്മാവ് പറയുക, അതെ ആമേൻ സ്വതം, നിനക്ക് വേണ്ടി ഒരു ദൈവീക കരമുണ്ട്. നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു കർത്താവിന്റെ വാക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത് വെറും ഒരു വാക്കല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആമേൻ സ്വതം ആ വിഷയത്തിൽ കരയാതെ വണ്ണം നിനക്ക് വേണ്ടി ആമേൻ സ്വതം നിന്റെ വിഷയത്തെ തൊടുന്ന ഒരു കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് കരയേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നില്ല. യേശു കർത്താവ് മഞ്ചം ചെന്ന് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ നിന്നെ ചുമന്നത് എന്താണ്? ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദം, ചുമക്കുന്നവർ നിന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ സ്വതം തൊട്ടപ്പോൾ ചിലതൊക്കെ അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ ചുമന്ന ചിലത് നിൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷവാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അവിടെ നമ്മൾ കാണുന്ന മനസ്സിലാക്കുന്ന ഒരു ഇൻസിഡന്റ് ഇങ്ങനെയാണ്. ആമേൻ സ്വതം. ഹല്ലേലൂയ. ചുമക്കുന്നവർ ചിലർ ചുമന്നുകൊണ്ടാണ് ആ മനുഷ്യനെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യന് നടക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ആ മനുഷ്യനെ ചുമന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യനെ ചുമന്ന ഒരു കട്ടിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കോട്ടുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യനെ ചുമന്നത് ഒരു കട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യനെ ചുമന്നത് ചില വ്യക്തികളാണ്. പക്ഷേ ആമേൻ സ്വതം, യേശു തന്നോട് പറയുക, നിന്റെ കിടക്ക എടുത്ത് നടക്കാം. ആമേൻ. നിന്നെ ചുമന്നത് എന്താണോ അതിനെ നീ ചുമക്കും. ഹല്ലേലൂയ. ആ ദൂത് എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നു, നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ചുമന്ന ചില വ്യക്തികളാ. ഈ മനുഷ്യൻ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ വിധവയുടെ മകൻ മരിച്ചുപോയി. അതിനുശേഷം ചുമന്ന ചില വ്യക്തികളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമന്ന ഒരു ഹല്ലേലൂയ കിടക്കയാ. പക്ഷെ കർത്താവ് തന്നോട് പറയാ, ബാല്യക്കാരാ, എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്വതം. എഴുന്നേൽക്ക എന്ന് യേശു കർത്താവ് അവിടെ പറയുക. കർത്താവിന്റെ വാക്കിന്റെ ശക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെ കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. അപ്പോൾ നോക്കിക്കേ. ഹല്ലേലൂയ. അവിടെ യേശു ചെയ്ത ഒരു അത്ഭുതം. ഹല്ലേലൂയ. ആമേൻ സ്വരം. കർത്താവ് ആമേൻ സ്വരം. ജനം പറയുക, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ചില ദൈവ പ്രവർത്തികൾ അത് കണ്ടു നിൽക്കുന്നവർ പറയും, ഇത് ദൈവത്താൽ സംഭവിച്ചതാ. ആമേൻ സ്വരം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ ചില ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യണമേ. അത് ആമേൻ സ്വരം കണ്ടു നിൽക്കുന്നവർക്ക് ഒരു ആശ്ചര്യമാകണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്ന ആമേൻ സ്വരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഞാൻ അനേകർക്ക് ഒരു അത്ഭുതമായി മാറിയിരിക്കുക. ഐ ഹാവ് ബിക്കം ആസ് എ വണ്ടർ ടു മെനി. എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? എത്ര പേർ പ്രാർത്ഥിക്കുമ്പോൾ അത് ഉദ്ധരിച്ചു പറയും, കർത്താവേ, എന്നെ അനേകർക്ക് ഒരു അത്ഭുതമാക്കി മാറ്റണമേ, ഞാൻ അനേകർക്ക് ഒരു അത്ഭുതമാകുമെന്ന് എത്ര പേർ പറയും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഭവിച്ച ആമേൻ ഹല്ലേലൂയ ഇൻസിഡന്റ്, അല്ലെങ്കിൽ യേശു കർത്താവ് ഇവിടെ ചെയ്ത അത്ഭുതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അത് കണ്ടു നിന്നവർ പറയുവാൻ ആമേൻ സ്തോത്രം ഇടയായി തീർന്നു. അവർ പറയുക, നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുക, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഹല്ലേലൂയ ദൈവമക്കളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം ഇതാണ്. ഹല്ലേലൂയ. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നോട് മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. അതിനും കണ്ട് മനസ്സിലിഞ്ഞ് മാറി നിൽക്കുകയല്ല, കർത്താവ് നിന്റെ ജീവിതത്തിൽ ചിലത് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശു അവളെ കണ്ടിട്ട് അവളോട് മനസ്സിലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹാഗാർ അവൾ ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് ആമേൻ സ്തോത്രം നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഹാഗാറിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹാഗാറിന്റെ ദാസിയായ സാറ അവളോട് ആമേൻ സ്തോത്രം കാഠിന്യമായിട്ട് പെരുമാറുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആമേൻ കാഠിന്യം വർദ്ധിക്കുമ്പോൾ ഈ ഹാഗാർ എന്ത് ചെയ്യുക? അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം.
ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ അവളോട് വന്നിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, സാറയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം സംസാരിക്കുകയാ. ഹല്ലേലൂയ. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ എന്റെ യജമാനത്തെ സാറയെ വിട്ട് ഓടി പോകുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. അപ്പോൾ ദൈവീക ദൂതുകളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദൂതൻ സ്തോത്രം ഹല്ലേലൂയ ഹാഗാറിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾ പറയുന്ന ഒരു പദമുണ്ട്. സ്തോത്രം 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർലഹൈ റോയി എന്ന പേരായി. അത് കാദേശിനും ബേരേദിനും മധ്യേ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൾ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ഹല്ലേലൂയ. സ്വന്തം നമ്മൾ വായിച്ചു കേട്ട കുറിവാക്കത്തിൽ ഇപ്രകാരം വായിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. യേശു അവളെ കണ്ടിട്ട് അവളോട് മനസ്സലിഞ്ഞു. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹാഗാർ പറയുന്ന ഒരു പദം, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ഹല്ലേലൂയ. ദൈവം അവളെ കാണുന്നു എന്നൊരു പൂർണ്ണ ബോധ്യത്തിലേക്ക് അവൾ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവളെ കാണുന്നു എന്നൊരു പൂർണ്ണ ബോധ്യത്തിലേക്ക്. അവൾക്കറിയാം എന്നെ കാണുന്ന ഒരു സ്വർഗീയ പിതാവ് ഉണ്ടെന്ന് അവൾക്കറിയാം. കാരണം ഹല്ലേലൂയ അവൾ ആയിരുന്നത് അബ്രഹാമിന്റെ ഭവനത്തിലാണ്. ആ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ അവൾക്ക് അവളൊരു മിസ്രൈമ്യ ദാസിയാണ്. ഒരുപക്ഷെ അവൾക്ക് അബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ചായിരിക്കും അങ്ങനെ ഒരു വെളിപ്പാട് കിട്ടുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലുള്ള ഒരു ദൈവം എന്നെ കാണുന്ന ഒരു വെളിപ്പാട് അവൾക്ക് ഒരുപക്ഷെ അവിടെ വെച്ചായിരിക്കും കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൾ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. എന്നെ കാണുന്ന ഒരുവനുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെയും ഞാൻ അവനെ കണ്ടുവോ. ആരോടോ കർത്താവിന്റെ ആത്മാവ് പറയുക, അതെ, നീ എവിടെ ഒളിച്ചു പോയാലും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടിപ്പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര പേർ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നെ കാണുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നെ കാണുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഹാഗാർ പറയുക, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ഹല്ലേലൂയ. കർത്താവ് അവളെ കണ്ടു. ഹാഗാറിനെ കർത്താവ് കണ്ടു. ഹാഗാറിനോട് കർത്താവ് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹാഗാറിനോട് കർത്താവ് സംസാരിച്ചു. നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ അവളോട് ഇങ്ങനെയാണ് പറയുന്നത്, നീ ചെന്ന് സ്തോത്രം ഹല്ലേലൂയ നിന്റെ ദാസിക്ക് കീഴടങ്ങിയിരിക്കാം. കാരണം ഹല്ലേലൂയ ഞാൻ എന്റെ ഭാഷയിൽ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് ഉദ്ദേശിച്ചത് ഇതായിരിക്കും, നിന്നെ അവർ പുറത്താക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് വരെ നീ അവിടെ കീഴടങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കാഠിന്യമുണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ് ചില മേഖലകളിലൊക്കെ ഹല്ലേലൂയ ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ടൈം പീരീഡ് വരെ നമ്മൾ അത് അനുഭവിക്കണം എന്ന് കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെ ദൂതൻ അതാണ് പറഞ്ഞത് അവളോട്, നീ നിന്റെ ദാസിക്ക് ചെന്ന് കീഴടങ്ങിയിരിക്കുക. അവളുടെ ജീവിതത്തിൽ ഈ കാഠിന്യം വർദ്ധിച്ചപ്പോഴാണ് അവൾ ഓടിപ്പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനല്ലേ. ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവരല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ ആത്മാവ് ഈ പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത്, നീ ചില ഇടങ്ങളിൽ കീഴടങ്ങിയിരിക്കുക. നീ ചില ഇടങ്ങളിൽ മൗനതയോടെ ആയിരിക്കുക. മിണ്ടാതിരുന്ന് ദൈവമെന്നറിയുക. നിന്നെ അവർ പുറത്താക്കുന്ന ഒരു ദിനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നായിരിക്കും നിനക്ക് വേണ്ടി ഞാൻ കരുതുന്ന വഴി. നീ ചിലത് കാണാൻ പോകുക. അന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഒരുപക്ഷെ അബ്രഹാമിന്റെ, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ അബ്രഹാം
നൽകിയ ഒരു തുരുത്തി വെള്ളവും സ്തോത്രം ഹല്ലേലൂയ അപ്പ കഷ്ണവും തീർന്നാലും നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന ഒരു ഉറവ അവൻ അത് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണണമെങ്കിൽ അവൻ ഞാൻ ഒരുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നീ ദാസിക്ക് കീഴടങ്ങിയിരിക്കണം. ചില കാഠിന്യത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന അവൻ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, അതെ നീ ഹല്ലേലൂയ ഇപ്പോൾ മിണ്ടാതിരുന്നോ, നീ ഇപ്പോൾ കുറച്ച് കീഴടങ്ങിയിരുന്നോ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നിങ്ങളെ പുറത്തെടുക്കും. ഹല്ലേലൂയ ദൈവിക ഉദ്ദേശം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വന്തം ഇവിടെ ഹാഗാർ ആമേൻ സ്വന്തം നമ്മൾ മുന്നോട്ടുള്ള അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ 21-ാമത്തെ അധ്യായത്തിൽ ഹാഗാർ എന്ത് ചെയ്യുകയാണ്? അവളെ അവർ പറഞ്ഞ് അവിടെ നിന്ന് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൾ വാഗ്ദത്തം കേട്ടവളാ. ഹല്ലേലൂയ. അവളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവളുടെ സന്തതി എങ്ങനെയാകുമെന്ന്. പക്ഷെ അവളുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ അവൾ ഹല്ലേലൂയ അവിടെ ഇരുന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഹല്ലേലൂയ ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്വന്തം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളവും ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ട് അവൾ പോയി അതിനെതിരെ ഒരു അൻപിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഞാൻ പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം അമേശ്വരം ഹാഗാർ അവിടെ ഉറക്ക കരയുന്നുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവം ഹാഗാറിന്റെ നിലവിളി കേട്ടതായിട്ട് അവിടെ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. അടുത്ത പദം, ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച്, ഹാഗാറെ നിനക്കെന്ത്? സ്തോത്രം. ഹലോ. ഈ ദൂതൻ തന്നെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതിൽ അവിടെ വിളിക്കുന്നുണ്ട്, ഹാഗാറെ നിനക്കെന്ത്? നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നൊരു ദൂതൻ അവളോട് ചോദിക്കുന്നുണ്ട്. ഇവിടെയും ദൂതൻ ഇതാണ് ചോദിക്കുന്നത്, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ 17-ാമത് വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൂതൻ അവളോട് വീണ്ടും പറയുക, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് ദൈവം അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും ദൈവം ഹാഗാറിന്റെ നിലവിളി കേൾക്കാഞ്ഞത്? കാരണം 16-ാമത്തെ അധ്യായത്തിൽ അവൾ വാഗ്ദത്തം കേട്ടവളാ. പ്രൈസ് ദി ലോർഡ്. ഇവൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ, ഇവൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇവളുടെ ചിന്ത എന്താണ്? അമിസ്വരം കുട്ടി മരിച്ചു പോകും. ഹല്ലേലൂയ. ബാലന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ മരണം കാണണ്ട എന്ന് ചിന്തിച്ചാണ് ഇവൾ ഇവിടെ നിലവിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തത്തിന് വിരോധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, വാഗ്ദത്തത്തിന് ആമേൻ നീ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ, ഹല്ലേലൂയ, നീ അവിടെ ഇരുന്ന് കരയുകയാണോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കരഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ. നീ പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിനകത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി കാണുവാൻ എന്റെ കണ്ണ് തുറക്കണമേ. ഇവിടെ ഹാഗാറിന് നിലവിളി കർത്താവ് കേട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ അവളോട് വീണ്ടും ആ ദൈവിക ആലോചനയെ ഉറപ്പിച്ചു പറയുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവളുടെ നിലവിളി കേട്ടെന്നല്ല, ദൈവം അവളുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവൾ ഹല്ലേലൂയ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അവൾ കരയുന്നത് എന്താണ്? എനിക്ക് ബാലന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞാണ് അവൾ കരയുന്നത്. പക്ഷെ വാഗ്ദത്തം കേട്ടവൾ, ഹല്ലേലൂയ, ബാലന്റെ ജനനത്തിന്റെ മുന്നമേ ദൂതനിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചവൾ ആ മരണം കാണുമോ? ഒരിക്കലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിൽ പ്രതികൂലം അവളോട് പറയുക, ആമേൻ, മരണമേ മുൻപിലുള്ളൂ. പക്ഷേ അവളുടെ പൈതലിന്റെ മേൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ. വാഗ്ദത്തം നിവർത്തിക്കാതെ മരണം കാണത്തില്ല. ആമേൻ. വാഗ്ദത്തം നിവർത്തിക്കാതെ മരണം കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം അവളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ പ്രതിസന്ധി വന്നപ്പോൾ, അല്ലെങ്കിൽ സിറ്റുവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവൾ ചിന്തിക്കുക, ഇനി മരണമേ മുൻപിലുള്ളൂ. അവളുടെ മാനുഷിക ബുദ്ധി പറയുക, അവളുടെ മുൻപിൽ മരണമേ ഉള്ളൂ. പക്ഷെ ദൈവം അവളുടെ നിലവിളി കേൾക്കുന്നില്ല. ദൈവം അവളുടെ കണ്ണ് തുറന്നു. കാരണം ഇവൾ ഒരു പ്രാവശ്യം വാഗ്ദത്തം പ്രാപിച്ചവളാ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവൾ ഒരിക്കൽ വാഗ്ദത്തം പ്രാപിച്ചവളാ. പക്ഷേ പ്രതിസന്ധി വരുമ്പോൾ, ആ വാഗ്ദത്തത്തിന് വിരോധമായ പ്രതികൂലം വരുമ്പോൾ ഇരുന്ന് കരയുക, എനിക്ക് ഈ മരണം കാണണ്ട. പക്ഷേ ആമേൻ, ദൈവം അവളോട് പറഞ്ഞു, മരിക്കുമെന്ന് ഇല്ല. അവൻ വാഗ്ദത്തം കൊടുത്തിരിക്കുക, അവനെ ഒരു വലിയ ജാതിയാക്കും. ആ 16-ാമത്തെ അധ്യായത്തിൽ കൊടുത്ത അതേ വാഗ്ദത്തം ദൂതൻ അവളോട് വീണ്ടും ഈ അധ്യായത്തിൽ പറയുക, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുക, അവനെ ഒരു വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ആ വാഗ്ദത്തത്തെ കർത്താവ് അവളെ ഓർമ്മിപ്പിക്കുക. പിന്നീട് കർത്താവ് ചെയ്യുന്നത്, അവളുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അവളുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ
പ്രാർത്ഥിക്കണം. കർത്താവെ, ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? കർത്താവെ, അങ്ങാണ് എന്റെ ജീവിതത്തിൽ വാഗ്ദത്തം നൽകിയത്. ആമേൻ. വാഗ്ദത്തത്തിന് വിരോധമായ പ്രശ്നങ്ങൾ എഴുന്നേറ്റാലും നീ വാഗ്ദത്തത്തിൽ കടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം പറയും ഹല്ലേലൂയ, വാഗ്ദത്തം ആമേൻ, വാഗ്ദത്തത്തിന് വിരോധമായി എത്രമാത്രം ഫറവോന്യ മണ്ഡലങ്ങൾ വെല്ലുവിളിച്ചാലും, ആമേൻ, കടത്തി വിടത്തിലെന്ന് വെല്ലുവിളിച്ചാലും, വാഗ്ദത്തം അബ്രഹാമിന് കർത്താവ് നൽകിയത് നിന്റെ സന്തതി അന്യദേശത്ത് അടിമയായി തീരും, അവരെ ഞാൻ പുറപ്പെടുവിക്കും, അവർ മഹാസന്തോഷത്തോടും കൊള്ളയോടും അവിടെ നിന്ന് പുറപ്പെടുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കും. എന്നാൽ മാനുഷികമായ സാഹചര്യങ്ങൾ പറയും, ആമേൻ സ്തോത്രം, ഊഴിയ വിചാരകന്മാരെ ആക്കിക്കൊണ്ട് വേല ചെയ്യിപ്പിക്കുക, ആമേൻ സ്തോത്രം, ആ മാനുഷിക അവസ്ഥയിൽ അവർ നിലവിളിക്കുക, അവർ ദൈവത്തോട് നിലവിളിക്കുക, സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ അവരുടെ മേളിൽ കിടക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, സ്തോത്രം ഹല്ലേലൂയ. ശത്രു പറയും വാഗ്ദത്തത്തിൽ നിന്നെ കടത്തത്തില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഹല്ലേലൂയ, ദുഷ്ടൻ അല്ലെങ്കിൽ ശത്രുവിന്റെ പദ്ധതി നമ്മുടെ വാഗ്ദത്തത്തെയാണ്. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആമേൻ സ്തോത്രം. എപ്പോഴും ശത്രു ഹല്ലേലൂയ ആമേൻ സ്തോത്രം അല്ലയോ നമ്മുടെ വാഗ്ദത്തത്തെയാണ് ദൃഷ്ടി വെക്കുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യോസേഫിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യോസേഫിന്റെ സഹോദരന്മാർ പറയുന്നത് എന്താണ്? ആമേൻ, ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അവനെയല്ല വിഷയം, അവന്റെ സ്വപ്നത്തെയാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തു വിവരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾക്ക് ആ ഭാഗമൊക്കെ വളരെ സുപരിചിതമാണ്. ആമേൻ സ്തോത്രം. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകുന്ന യോസേഫിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് പറയുക, ദാ സ്വപ്നക്കാരൻ വരുന്നു. ആമേൻ സ്തോത്രം. നമ്മൾക്ക് ഇവനെ ഒരു കുഴിയിൽ അങ്ങ് ഇടാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഇവനെ അങ്ങ് ഇശ്മായേലിലേക്ക് വിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം. ശത്രുവിന് എപ്പോഴും ടാർഗറ്റ് നിന്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് വെല്ലുവിളിച്ചത് എന്താണ്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ വാഗ്ദത്തത്തിലേക്ക് കടത്തി വിടത്തില്ല. ആമേൻ സ്തോത്രം. എന്നെ ആരാധിപ്പാൻ എന്റെ ക്ഷണത്തെ വിട്ടയക്കാന്നുള്ള ആ ദൈവിക അരുളപ്പാടിന് മുൻപിലും സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫറവോൻ പറയുക, ആ ദൈവം ആരാ? ഞാൻ വിട്ടയക്കത്തില്ല. വാഗ്ദത്തമാണ് ശത്രുവിന് ഹല്ലേലൂയ വിഷയം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എത്ര വണ്ടിയുണ്ടെന്നോ നിനക്ക് എത്ര വീടുണ്ടെന്നോ പൈസയൊന്നുമല്ല, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തമാണ് ശത്രുവിന് വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഹാഗാർ വാഗ്ദത്തം പ്രാപിച്ചവളാ. പക്ഷേ ആമേൻ സ്തോത്രം, ജീവിതത്തിൽ ചില പ്രശ്നം വന്നപ്പോൾ അവൾ വാഗ്ദത്തത്തെ മറന്നുപോയി. അവൾ വാഗ്ദത്തത്തെ ഓർത്തായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ അവിടെ നിന്ന് കരയത്തില്ല. ദൂതൻ അവളെ റിമൈൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൂതൻ പറയുക, ആമേൻ സ്തോത്രം, ആ നിന്റെ ഹല്ലേലൂയ സന്തതിയെ അല്ലെങ്കിൽ ബാലനെ അവനെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. ഇവൾ 16-ാമത്തെ അധ്യായത്തിൽ അത് കേട്ടതാ. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഇവൾ മറന്നുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ചിലർക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ നാളുകളിൽ കേട്ട ഓരോ വാഗ്ദത്തത്തെ ഓർത്ത് എത്ര പേർ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവിതത്തിൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് ദൈവത്തോളം വലിപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് വാഗ്ദത്തം നൽകിയ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് എത്രമാത്രം വലിപ്പമുണ്ട്, അത്രയും വലിപ്പം കർത്താവിന്റെ വായിൽ നിന്ന് വീണ വാക്കിനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വാഗ്ദത്തത്തിനുമുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. വാഗ്ദത്തത്തെ വലുതായി കാണുക. അല്ലെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രതികൂലം വന്നപ്പോൾ അവൾ വാഗ്ദത്തത്തെ മറന്നുപോയി. അവൾ ചിന്തിക്കുകയാണ്, കുട്ടിയുടെ മുൻപിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം അവളുടെ കണ്ണ് തുറന്നിട്ട് അവൾ എന്താണ് കാണുന്നത്? അവൾ ഒരു നീരുറവ കണ്ടു. അവക്ക് അബ്രഹാം കൊടുത്തത് ഒരു തുരുത്തിയാ, പക്ഷെ അവക്ക് വേണ്ടി ദൈവം ഒരിക്കലും ഒരു ഉറവയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ആലോചന ഇങ്ങനെയാ. നിന്റെ ജീവിതത്തിൽ ഇന്ന് ഹല്ലേലൂയ മനുഷ്യർ നിനക്ക് ഒരുക്കുന്നതിന് ഒരു പരിധിയുണ്ട്, മനുഷ്യർ നിനക്ക് തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷെ കർത്താവ് നിനക്ക് വേണ്ടി ചില ഉറവകൾ ഒരുക്കും. ചൂടബല ഹസ്തലാരകൾ ശംദൽ പ്രഭാരകടകസി അർത്ഥേ രഹസ്യ അസ്കൽ ദുരബലവോ ശവാലകടകസിയ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്റർ ലിൻസി മോളോട് പരിശുദ്ധാത്മാവ് പറയാ, കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞ ഒത്തിരി ദിവസങ്ങളുണ്ട്, കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞ ഒത്തിരി രാത്രികളുണ്ട്. ചൂടലര ഹസ്തൽ പ്രഭാലക ശംധരകടകസിയ നിന്റെ കണ്ണുനീരിന് കർത്താവ് മറികടന്നിട്ടില്ലെന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ സെഷനിൽ ആലോചന കൈമാറുകയാ. ചൂടൽ പ്രഭാലകടകസി ആമേൻ സ്തോത്രം. അത് നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച കർത്താവ് ആമേൻ നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ മറികടന്നിട്ടില്ല. ആമേൻ സ്തോത്രം. നിന്നെ കാണുന്ന അപ്പന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത്. നിന്നോട് കർത്താവ് മനസ്സലിയും. ആമേൻ. പരിശുദ്ധാത്മാവ് പറയാതെ കരയണ്ട. നിന്റെ വാഗ്ദത്തത്തെ ഓർത്ത് നീ പ്രാർത്ഥിച്ചോ, നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില ഉറവകൾ കർത്താവിന് ഒരുക്കുവാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം കർത്താവേ ഈ സെഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു
ഉറപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില ഉറവകൾ വെളിപ്പെടട്ടെ. ആമേൻ. ചില വാഗ്ദത്തത്തിലേക്ക് ചിലർ കടക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്റെ മുൻപിൽ സമയം തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവസാനമായി നമ്മൾ കണ്ട ഒരു അവസാനമായിട്ടുള്ള ഒരു ഭാഗം ഇതാണ്. ഒരു പാപിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ കടന്നു വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അവൻ സ്തോത്രം യേശുവിനെ ക്ഷണിച്ച വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ കർത്താവിനെ തൊടുന്ന സ്ത്രീ എങ്ങനെയുള്ളവൻ, അത് 39ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നു. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഉള്ളിൽ ഇത് പറയുക. നമ്മൾ ഹല്ലേലൂയ നൈനിലെ വിധവയുടെ മകന്റെ ആ ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ ജനം അവിടെ പറയുന്നുണ്ട്, നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് ജനം പറയുന്നുണ്ട്. അപ്പോൾ യേശു ഒരു പ്രവാചകനാണെന്ന് അവർക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ കർത്താവിനെ ക്ഷണിച്ച മനുഷ്യൻ ഉള്ളിൽ പറയുക, ഇവൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ, മീൻസ് അവിടെ ഒരു ഡൗട്ടാണ് തനിക്ക്. ഇവൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സ്ത്രീ എങ്ങനെയുള്ളവളെന്ന് യേശു കർത്താവ് അറിഞ്ഞേനെന്ന് ഉള്ളിൽ പറയുക. പക്ഷെ കർത്താവ് ഇതും അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഉള്ളിൽ പറഞ്ഞത് കർത്താവ് അറിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് പാപത്തിൽ മരിച്ചുപോയ ഒരു സ്ത്രീയാണ് നമുക്ക് കാണും. പക്ഷെ യേശു അവളോട് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു അവളെ കണ്ടു. ഹല്ലേലൂയ. അവിടെ ഒരു വലിയ കൂട്ടം ആളുകൾ ഭക്ഷിപ്പാൻ വന്നിരിക്കുകയാ. കർത്താവിന് വേണമെങ്കിൽ അവളെ ഇഗ്നോർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് അവളെ കണ്ടു. ഹർ ആക്ട്, അവൾ ചെയ്ത ആ പ്രവൃത്തിയെ കർത്താവ് കണ്ടു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൾ തലമുടി കൊണ്ട് തുടയ്ക്കുക, അവസരം കണ്ണുനീർ കൊണ്ട് കാൽ നനയ്ക്കുക, അവൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. യേശു അത് കണ്ടു. യേശു കർത്താവ് അവളോട് പറയുക, നിന്റെ അനേകമായ പാപം മോചിച്ചുവല്ലോ. അവസരം വളരെ സ്നേഹിച്ചവന് അവസരം ഹല്ലേലൂയ, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ എന്ന് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇത് കേട്ട ആ ദൈവിക ആലോചനയുടെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടി ചില ദൈവിക വഴികൾ കർത്താവ് ഒരുക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ കാണുന്ന ഒരു കർത്താവ്, നമ്മുടെ മനസ്സിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഇതായിരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ ഒരുക്കുന്നതിനൊരു പരിധിയുള്ളപ്പോൾ, മനുഷ്യർ തരുന്നതിനൊരു പരിമിതിയുള്ളപ്പോൾ, നിന്റെ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവം. ആമേൻ. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാണ്. ജുഡബല ഹസ്തലാരക ശംദൽ പ്രവാലകടകസിയ യേശുവിന്റെ അധികാരമുള്ള വലിയൊരു ദൈവ സാന്നിധ്യം ഈ സെഷന്റെ അകത്ത് കർത്താവ് പകരുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പല ഹല്ലേലൂയ രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവരോട് കർത്താവിന്റെ ആത്മാവിനെ കൈമാറുവാനുള്ള ഒരു ദൈവിക ആലോചന. നീ വാഗ്ദത്തത്തെ ഓർത്ത് പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തിന് ഇന്നത്തെ പ്രതികൂലമല്ല. ഹല്ലേലൂയ. നിന്റെ പ്രതികൂലം ഹല്ലേലൂയ കർത്താവ് മുന്നമേ കണ്ടിരുന്നു. ആ പ്രതികൂലത്തെ കണ്ടിട്ടാണ് ദൈവം വാഗ്ദത്തം തന്നത്. പ്രതികൂലത്തെ കണ്ടിട്ടാണ് കർത്താവ് നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തം തന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ പ്രതികൂലത്തിലൂടെ നീ കടന്നു പോയിട്ട് നീ ആ വാഗ്ദത്തത്തിൽ എത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആ വാഗ്ദത്തത്തിൽ എത്തും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചൂടബല ഹസ്തലരഗടക ശംദൽ പ്രഭാ സിയാന്ധുരേ ലഗസ്കിയ അർത്ഥലരഗടക ശീബൽ പ്രഭാ രഹസ്യ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സിസ്റ്റർ സെബ ഡെനീസിനോട് പരിശുദ്ധാത്മാവ് പറയുക, അതെ ഹല്ലേലൂയ ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങളുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാ. ആമേൻ. ഹല്ലേലൂയ പൂർത്തീകരണം അത് അതിവിദൂരമല്ല. ആമേൻ. ഹല്ലേലൂയ കർത്താവ് കണ്ണുകളെ തുറന്ന് ചില ഉറവകൾ നീ കാണും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കുടുംബത്തെ ഓർത്ത് ഭാരത്തോടെ, കുടുംബത്തെ ഓർത്ത് ചിലപ്പോഴൊക്കെ പ്രയാസത്തോടെ എങ്ങനെയാകുമെന്ന് പല ചിന്തകളും ഉള്ളിൽ കടന്നു വരുന്നുണ്ട്, മനസ്സിന്റെ അകത്ത് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുക, നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. ഹല്ലേലൂയ. നിന്നോട് മനസ്സിൽ നിന്നൊരു സ്വർഗീയ പിതാവുണ്ട്. ആരും നിന്നെ കണ്ടില്ലെങ്കിലും, ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുക, അതെ ഹല്ലേലൂയ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ അത് വെറുതെ അല്ല, അത് വേസ്റ്റ് അല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില ദൈവിക പ്രവർത്തിക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ചില ദൈവിക പ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ചില ഉറവകൾ ദൈവത്തിന്റെ ആത്മാവ് മുന്നിൽ ഒരുക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ സെഷനിൽ ഈ സെഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ആലോചന. ഫേബെ ആന്റി ഹല്ലേലൂയ അത് നോട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് എനിക്ക് നൽകിയ ഒരു ആലോചന. ചില സഹോദരിമാരെ കർത്താവ് ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. ചില സഹോദരിമാർ ഇതിന്റെ അകത്തുനിന്ന് ഒരുങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ചില കോൺഫറൻസുകൾ
ഹല്ലേലൂയ. ചില സ്വന്തം വലിയ കോൺഫറൻസുകൾ നടത്തുന്ന നേതൃത്വ മേഖലകളിലേക്ക്, നേതൃത്വം ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് ചില സഹോദരിമാരെ എഴുന്നേൽപ്പിക്കുമെന്ന ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഒരു ആലോചന നൽകുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സെഷനിൽ അത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം കർത്താവ് ചിലരെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കും. ചിലരൊക്കെ ജോലിയോടനുബന്ധിച്ചു തന്നെ സ്വന്തം ശുശ്രൂഷയിലേക്ക് ഇറങ്ങും. ഹല്ലേലൂയ. ജോലിയുടെ ചില നന്മകൾ, അത് ശുശ്രൂഷയുടെ സ്വന്തം ഹല്ലേലൂയ വിശ്രുതിക്ക് വേണ്ടി ചിലരെ അതിനുവേണ്ടി കർത്താവ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ജോലിയിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ അത് ശുശ്രൂഷയുടെ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ചില കൺവെൻഷൻ, ചില മീറ്റിംഗ്സ്, ചില ക്രൂസൈഡ്, ചില കോൺഫറൻസുകൾ, ചില ലേഡീസ് കോൺഫറൻസുകൾ നടത്തത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് സ്വന്തം ചിലരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ദൈവീക പദ്ധതികൾക്ക് വേണ്ടി ചില സഹോദരിമാരെ കർത്താവ് ഈ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന കൈമാറുകയാണ്. പ്രാർത്ഥിച്ചാട്ട് ചൂടബല ഹസ്തല പ്രവാലക ശംദൽ കടകസിയ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരിന് കർത്താവ് മറികടക്കതില്ല. അതെ, കർത്താവ് നമ്മോട് സംസാരിക്കും. ഹാഗാർ പറയുക, എന്നെ കാണുന്നവനെ ഇവിടെയും ഞാൻ കണ്ടുവോ. സ്തോത്രം. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുന്നത് പോലെ നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും. ഞാൻ ഹല്ലേലൂയ ആകാശത്ത് കയറിയാൽ നീ അവിടെയുണ്ട്. സ്തോത്രം. ഞാൻ പാതാളത്തിൽ പോയി എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ടോ. നിന്റെ കണ്ണെന്നെ കാണുന്നുണ്ടോ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും. ചൂടബല ഹസ്തല രഗശംദൽ പ്രവാലകടകസിയ. യേശു അവളെ കണ്ടു. യേശു അവളോട് മനസ്സലിഞ്ഞു. കർത്താവ് അവളോട് പറയുക, നീ കരയണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ചില കണ്ണുനീരുകൾക്ക് ഒരു അറുതി കുറിച്ചുകൊണ്ട് കർത്താവ് ചില ദൈവീക പ്രവർത്തികൾ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമെന്ന പരിശുദ്ധാത്മാവ് ഈ സെഷനിൽ ഹല്ലേലൂയ ആലോചന കൈമാറുകയാണ്. ചൂടബല ഹസ്തലരഘടക ശംദൽ പ്രബാലഘടകസിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ട് ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി. ചുടബലബലവ ശംദലരഘടക റീഖസിയ ദുരാല പ്രബൽ ഹസ്മൽ ഖടാ ദുരാലക ശംദലഘടകസിയ. ചുടബലബല വൈശസ് പ്രബാലഘടക ദുരബല. ഹല്ലേലൂയ. ചില പ്രാർത്ഥനകൾ ചില സഹോദരിമാർ അവരുടെ കഴിഞ്ഞ നാളുകളിലുള്ള പ്രാർത്ഥനകൾ പോലും മുടങ്ങിപ്പോയ ഒരു അനുഭവം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ആലോചനയായി മാറുകയാണ്. അങ്ങനെയുള്ളവർ ഒരു തീരുമാനത്തിലേക്ക് ഈ പകൽക്കാലം കടക്കണം. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്. മണിക്കൂറുകൾ വേറിട്ട് ദൈവസന്നിധാനത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പല ബിസി ഷെഡ്യൂൾസും ഇട്ടുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. പലരെയും പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് വലിച്ച മേഖലകൾ സ്തോത്രം ചിലരുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതിനൊരു മാറ്റം ഈ പകൽക്കാലം കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ അതിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വചന ധ്യാനം പലരുടെയും കുറഞ്ഞുപോയി, പ്രാർത്ഥനകൾ പലരുടെയും കുറഞ്ഞുപോയി. കഴിഞ്ഞ നാളുകളിലുള്ള അനുഭവത്തിൽ ഒത്തിരി വ്യതിചലിച്ച് പുറകോട്ട് പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, ദാസന്മാർക്ക്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടവി നിൽക്കുവാൻ. ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആ ഒരു ദൈവിക വചനം കർത്താവിന്റെ ആത്മാവ് ഉണർത്തുക. അതെ, ചിലരെ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന കൂട്ടത്തെ ഇതിന്റെ അകത്ത് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് ഹല്ലേലൂയ ഈ പകൽക്കാലം പദ്ധതിയുണ്ട്. ജുഡബല വരബല വൗഷ്യസ്പ്രഭ രഗതുരിയ ഹർത്തല രഗടക. ഈ മിനിസ്ട്രിയെ കർത്താവ് ചില എക്സ്പാൻഷനിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ചില ബ്രാഞ്ച് മീറ്റിംഗ്സ് തുടങ്ങുന്നത് പോലെ ഒരു മേഖലയിലേക്ക് കർത്താവിന്റെ ആത്മാവ് സ്തോത്രം ഈ മിനിസ്ട്രിയെ നയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ധൂതറിയിക്കുക. ജൂഡബൽ പ്രവാലക ശബ്ദൽ കടകസിയ അർത്ഥലേരക ശതാരകസിയ ധൂരപ്രഭ ശമാലകടക റീഖൽ പ്രഭ രഹസ്യ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവീക പദ്ധതിയുമായിട്ട് ഒരു കൂട്ടത്തെ കർത്താവ് ഇതിന്റെ അകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ചൂടബല ഹസ്തലരകട റീഖൽ പ്രഭ ശമാരകടകസിയ. പലതും ചെയ്യണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും കഴിയാത്തൊരവസ്ഥ. എടുക്കുന്ന ഡിസിഷൻസിൽ പോലും നിലകൊള്ളുവാൻ കഴിയാതെ ആയിരിക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. ചൂടബല ഹസ്തലരകടക ശബ്ദൽ പ്രഭ. ചില തീരുമാനങ്ങളെ പുതുക്കിയെടുക്കേണ്ടതിനാ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം നൽകി. ചില തീരുമാനങ്ങൾ പുതുക്കിയെടുക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ എടുത്ത തീരുമാനങ്ങൾ അതിൽ നിൽക്കുവാൻ കഴിയാതെ ആയിരുന്ന പല സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ ആ തീരുമാനങ്ങളെ പുതുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം നൽകിയാണ്. ചൂടബല ഹസ്തലര ബൗഷബാരകൾ ധൂരപ്രബലഘടകസിയ.
യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ ആമേൻ ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ എന്റെ യോഗ്യതയല്ല, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല. കർത്താവേ അങ്ങയുടെ ആവശ്യം കൃപയ്ക്കായി നന്ദി. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഓരോ നന്മകൾ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആമേൻ ഓരോ അനുഗ്രഹങ്ങൾക്കുമായി ആമേൻ നന്ദിയോടെ കർത്താവിന്റെ പദപീഠത്തിലായിരുന്നാട്ടെ. ഹല്ലേലൂയ. വായികളെ തുറന്ന് ആമേൻ ശബ്ദങ്ങളെ എടുത്ത് ആമേൻ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ അങ്ങ് ചെയ്ത എല്ലാ നന്മയ്ക്കുമായി നന്ദി, അങ്ങ് കൊണ്ടുവന്ന വഴികൾക്കായി നന്ദി, അങ്ങ് നൽകിയ ആമേൻ വിടുതലിനായി നന്ദി, കർത്താവ് ഒരുക്കിയ വഴികൾക്കായി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശതാധിപൻ ആമേൻ വലിയ ഉന്നത സ്ഥാനത്തിരുന്ന മനുഷ്യനാണ്, പക്ഷെ താൻ പറയുക, കർത്താവേ ഞാൻ യോഗ്യനല്ല, ഞാൻ പോരാത്തവനാണ്. എത്ര പേർ പറയും, കർത്താവേ എന്റെ ജീവിതത്തിൽ കഴിവല്ല, എന്റെ ജീവിതത്തിൽ മിടുക്കല്ല. കർത്താവിന്റെ നടത്തിപ്പിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ചൂടബല ഹസ്തലബരബ ശംദൽ പ്രവാല ഘടകസിയ തലമുറകളുടെ വിഷയത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം ആമേൻ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന ഒരു ദൈവിക ആലോചന കർത്താവിന്റെ ആത്മാവ് കൈമാറുക. ആമേൻ തലമുറകളെ ഓർത്ത് ഇടവിൽ നിൽക്കണം. ആമേൻ വഴിതെറ്റിക്കുവാൻ നിൽക്കുന്ന ഒരു ശത്രുവിന്റെ മണ്ഡലമുണ്ട്, അതിനെ അതിജീവിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ആമേൻ പരിശുദ്ധാത്മാവ് ഒരു ആഹ്വാനം നൽകിയാണ്. സിസ്റ്റർ ജയാരബിയോട് പരിശുദ്ധാത്മാവ് പറയാ, അതെ ചില വിഷയത്തിന് വേണ്ടി ഇടവിൽ നിൽക്കണം, ചില വിഷയത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ആമേൻ മധ്യസ്ഥ അണക്കേണ്ടതിന് കർത്താവ് കണ്ടിട്ടുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ആഹ്വാനം നൽകുകയാ. ചൂടബൽ പ്രബാലകട പ്രാർത്ഥനാ മുറിയിൽ ചില ശബ്ദങ്ങൾ നീ കേൾക്കും, ചില ശബ്ദങ്ങൾ കർത്താവ് കേൾപ്പിക്കും. ചില ദൈവിക പ്രവചന ശബ്ദങ്ങൾ, ചില ദൈവിക ആലോചനകളെ കർത്താവ് പ്രാർത്ഥനാ മുറിയിൽ കേൾപ്പിക്കും. ചൂടൽ പ്രബാലക ശബ്ദലരകടക സൈഡ ദുരവാ രഹസ്യ ഇടുവിൽ നിന്ന് ചിലർക്ക് വേണ്ടി ചില കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ചിലരെ പുറത്തെടുക്കുവാൻ പ്രാർത്ഥിച്ചു ചിലരെ പുറത്തെടുക്കുവാൻ ഒരു അഭിഷേകം ഈ സെഷനിൽ പരിശുദ്ധാത്മാവ് പകരുകയാ. ചുടബലവരവ ശബ്ദൽ പ്രവാലകസ്യ ധീബലവരവ ഉഷാരഘടകരഗതിയാരക സത്തലാരഘടകല ചുടബലബലവ ശംദലാരഘടകസിയ ആമേൻ ഷാധുരിയ റീഗസിയ ആമേൻ. പ്രിയ സിമി മാത്യു എന്ന് പറയുന്ന കർത്തദാസിയുടെ കഥാവ് പറയാ, പ്രാർത്ഥിച്ച് കയറട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി ദൈവിക പ്രവർത്തി കണ്ടതാണ്, പക്ഷേ ചില മേഖലകളിൽ മനസ്സ് മടുത്തായിരിക്കുന്ന മണ്ഡലമുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു എലിയാവിനെ പോലെ മതി എന്ന് പറയുന്ന മണ്ഡലങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ അതിനെ ഓവർകം ചെയ്ത് കയറുവാൻ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ ഓവർകം ചെയ്ത് കയറുവാൻ ഒരു ആഹ്വാനം ഈ പകൽക്കാലം നൽകുകയാ. ചുടബലബലവ ശംദലാരഘടകസിയ. നിന്റെ സാക്ഷ്യം അത് സ്വന്തം പലർക്കും ഒരു അനുഗ്രഹമാകും. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ചില ദൈവപ്രവർത്തികൾ നീ അത് സാക്ഷ്യമായി പറയുമ്പോൾ അത് പലരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. ചൂടബലബല വൗഷാരകൾ ദിവാലബൽ പ്രവാരഘടക സൈഡദുരബലഘടക റീകശമ സൂസൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ കഥാസിയുടെ കർത്താവ് പറയുക, ചില ദൈവിക ശുശ്രൂഷകൾ കർത്താവ് പകരും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ. ചില ദൈവിക ശുശ്രൂഷകളിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തും. ബുദ്ധിക്ക് ഒതുങ്ങാത്തതുപോലെ, ചിന്തകൾക്കകത്ത് ഒതുങ്ങാത്തതുപോലെ ചില ദൈവിക പദ്ധതികൾ കർത്താവ് കണ്ടിട്ടുണ്ട്. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ചൂടബല ഹസ്തല പ്രബാല മകാരക ശംധലരഘടകസിയ സുനിത ജെയിംസ് പ്രിയ കർത്താസിയുടെ കർത്താവ് പറയുക, കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരും. ജുഡമാരബൽ ശംധലരഘടകസിയ ഹല്ലേലൂയ. കർത്താവിന്റെ ചില ദൈവിക ഉദ്ദേശങ്ങളും പദ്ധതികളുമുണ്ട്. വീണ്ടും പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ചിലവഴിക്കട്ടെ. ചൂടബൽ കഴിഞ്ഞ നാളുകളിൽ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, എന്നാൽ പലപ്പോഴും അതിൽ നിൽക്കുവാൻ കഴിയാതെ വ്യതിചലിച്ചു പോയി. പരിശുദ്ധാത്മാവ് പകൽക്കാലം പറയുക, വീണ്ടും ചില തീരുമാനങ്ങളെ പുതുക്കിയെടുക്കട്ടെ. ദൈവത്തിന് ചില വലിയ പദ്ധതികളുണ്ട്. ചൂടബല ഹസ്മലകരഘടക ശംധാരകസിയ റീഖാരകദുരബലഘടകസിയ പ്രിയ ഫേബ വർഗീസ് ആന്റിയുടെ പരിശുദ്ധാത്മാവ് പറയുക, അതേ ഹല്ലേലൂയ, നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത ചില മഹത്തായ അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ കാണിക്കും. യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ യഹോവയാൽ കഴിയാത്ത പല കാര്യവുമുണ്ടോ. ചൂടാലക സന്ധുരാലകയുടെ പലപ്പോഴും അല്ലയോ ചില പ്രതികൂലങ്ങൾ, ചില പ്രശ്നങ്ങൾ ഹല്ലേലൂയ മുൻപിൽ
കയറി വരുന്നുണ്ട്. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിച്ച അതിനെ ഓവർകം ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ചൂടവൽ ഹസ്തര ദിഗൽഖട രഗശിസി അവൻ അനേകർക്ക് ഒരു ആശ്വാസമാക്കി, അനേകർക്ക് ആമേൻ ഹല്ലേലൂയ തണ്ടിന്മേൽ ആമേൻ സ്വരം പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ, പട്ടണത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആമേൻ ഒരു വിളക്ക് പോലെ അനേകർക്ക് ഒരു ആശ്വാസമാക്കി, അനേകർക്ക് ഒരു വെളിച്ചമാക്കി. ചുടബലബല വൗഷാരക സിയാരക പ്രിയകർദാസി കർത്താവിന്റെ ആത്മാവ് മാറ്റും. അങ്ങനെ ഒരു ദൈവിക പദ്ധതി കർത്താവ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവിക പദ്ധതിക്കായിട്ട് കർത്താവ് കണ്ടിട്ടുണ്ട്. ചുടബല ഹസ്തലാരക ശബ്ദൽ പ്രഭാലഘടകസിയ ആമീൻ വായി തുറന്ന ചില ആലോചനകൾ പറയുമ്പോൾ അത് ആമീൻ സ്വന്തം ചില വ്യക്തി ജീവിതങ്ങളുടെ ആമീൻ ജീവിതത്തിൽ ഒരു മാറ്റമായി വെളിപ്പെടും. റമാരഘടക ചുടബല പ്രൗഢിയ ശബ്ദൽ ഘടകസിയ ചില ആമീൻ ഹൽവ ആലോചനകൾ അത് ആമീൻ ചില മറഞ്ഞിരിക്കുന്ന ദൂതുകൾ അത് ചില കുടുംബത്തോടും ആമേൻ സ്വതം ഹല്ലേലൂയ കർത്താവ് അറിയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ചൂടാ രഹസ്യ ഹർത്തൽ ഘടക ശുശ്രൂഷ മേഖലയിൽ ഒരു വഴിത്തിരിവ് കർത്താവ് ഒരുക്കും. ശാന്തേരികട റീകൽ പ്രബാല ഘടകസിയ അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു. ആമേൻ ആമേൻ ആത്മാവിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ പ്രിയമകളെ കർത്താവ് കരങ്ങൾ എടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറിയ പ്രാർത്ഥിച്ചാട്ട് റാംഥൽ പ്രബാലഘടക റികലഘടക ശബദുരിയ അസ്തരേ ചുടാരകൽ ശാന്തേരകസിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ആമേൻ ഹല്ലേലൂയ കുരുക്കുകളിൽ ആമേൻ അകപ്പെട്ടിരിക്കുന്നവരെ പുറത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ചില ദൈവിക ഉദ്ദേശത്തോട് ഇതിന്റെ അകത്തുനിന്ന് ചിലരെ കരങ്ങൾ എടുക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. നിന്റെ കണ്ണുനീരിന് കർത്താവ് മറികടന്നിട്ടില്ല. നിന്റെ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരും. ജുഡമാരബലവ ഹസ്മലാരക ശാന്തൽ പ്രബാലി ഘടകസിയ ഹാലലൂയ 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 ആമേൻ ആമേൻ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായ ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ പകൽക്കാല ശേഷം ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ അങ്ങ് അനുഗ്രഹമാക്കി നൽകിയത് ഓർത്ത് നന്ദി. കർത്താവിന്റെ ആലോചനകൾ ദൈവിക അരുളപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ കാണുന്ന ഒരു അപ്പൻ, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവിന്റെ ആ ശബ്ദത്തിനായി നന്ദി. അമൃതുവായ സ്വരം ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഏലിയാവിനെ കേൾപ്പിച്ച ആ ദൈവിക ശബ്ദം കർത്താവ് ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ആമേൻ സ്വരം കർത്താവിന് ആമേൻ ഒരു ജനത്തെ ഒരു കൂട്ടത്തെ കർത്താവ് ഒരുക്കിയെടുക്കുന്നത് ഓർത്ത് സ്തോത്രം. ഈ ഗ്രൂപ്പ് ഒരു അനുഗ്രഹമായി തീരുവാൻ ആമേൻ ആമേൻ ഈ പ്രവർത്തനം കർത്താവ് പല മേഖലകളിലേക്കും പല രാജ്യങ്ങളിലേക്കും കർത്താവ് എക്സ്പാൻഡ് ചെയ്ത ആമേൻ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത് ചെയ്യുന്നത് ഓർത്ത് നന്ദി. പ്രാർത്ഥന എടുക്കുന്നത് ഓർത്ത് സ്തോത്രം. ഓർത്തുമെല്ലാം നൽകുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ അമേൻ അമേൻ. പ്രശംസിച്ചില്ല പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തദാസിയോട് പ്രിയ ഗ്രൂപ്പിനോടുള്ള നന്ദിയെ വീണ്ടും അറിയിച്ചുകൊണ്ട് വാക്കിൽ കർത്താവ് സഹായിക്കും.